ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്ഥിരമുള്ള പരിപാടിയാണ് നമ്മുടെ കുട്ടികളുടെ തലയിലെ പേരും ഈരൊക്കെ കളയുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലപോലെ റിസൾട്ട് തരുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുഴുവൻ പേരിനെയും ഈരിനെയും നമ്മുടെ തലയിൽ നിന്ന് കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ മെഡിസിൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പെയിൻ ശല്യം മാറാനുള്ള ഈ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി സവോളയും അതുപോലെ തന്നെ ഒരു 4-5 ചുളയോളം വെളുത്തുള്ളിയുമാണ്. ഈ സവോളയും വെളുത്തുള്ളിയും മുടിക്ക് വളരെ നല്ലതാണ്. അതിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളി ഈ പെയിൻ ശല്യം മാറാൻ വളരെ നല്ലതാണ്. വെളുത്തുള്ളിയുടെ മണം പ്രത്യേകിച്ച് ഈ പെയിനുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് വെളുത്തുള്ളി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ശല്യം മാറാൻ നല്ലതാണ്. അതുപോലെ സവോളയും മുടിക്ക് വളരെ നല്ലതാണ്. സവോള നീര് മുടി വളർച്ചയ്ക്ക് സഹായിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും സവോളയും കൂടി അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഞാനതിവിടെ നീരെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ചോളം വൈറ്റ് വിനീഗറാണ്. അപ്പോൾ ഈ വൈറ്റ് വിനീഗർ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പശയുണ്ടല്ലോ, ആ പശ പോകാനായിട്ടാണ് നമുക്ക് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് വിനീഗർ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വൈറ്റ് വിനീഗർ തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം സാദാ വിനീഗർ നമ്മുടെ മുടിക്ക് അത് എത്രത്തോളം നല്ല ഇതായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വിനീഗർ തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ കോട്ടൺ പഞ്ഞി എടുത്തിട്ട് ആ ഒരു പഞ്ഞി ഇവിടെ കാണുന്ന പോലെ ഇത്ര വലിപ്പത്തിലൊരു പഞ്ഞിയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ആ പഞ്ഞി നമ്മൾ ഈ ഒരു മരുന്നിൽ മുക്കിയിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലും അതുപോലെ മുടിയിലും എല്ലായിടത്തും നമ്മൾ നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റോ മുതൽ 20 മിനിറ്റോ 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റോ 1 മണിക്കൂർ എത്ര വേണോ നിങ്ങൾക്ക് നിൽക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത്രയും നേരം നിന്നിട്ട് നമ്മളതൊന്ന് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയണം. മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നമ്മളത് കഴുകിക്കളയണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മരുന്ന് പുരട്ടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ തലയിൽ നല്ല എണ്ണ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം ഈ മരുന്ന് പുരട്ടാനായിട്ട്. അപ്പോൾ ഇത് പുരട്ടിയതിന് ശേഷം നമ്മൾ മുടി കഴുകിയതിന് ശേഷം നമ്മൾ വെറ്റ് കോമ്പിങ് ചെയ്യണം. അപ്പോൾ ഈ വെറ്റ് കോമ്പിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നനഞ്ഞ മുടി ഈ കോമ്പ് ചെയ്യുക. അപ്പോൾ പേൻ ചെറുപ്പ് യൂസ് ചെയ്ത് കോമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം പേനിനെയും ഈരിനെയും കിട്ടും. അപ്പോൾ ഇതൊരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഒരുപാട് പേനിനെയും ഈരിനെയും കളയാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രാവശ്യം പുരട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പുരട്ടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പേനിനെയും ഈരിനെയും കൂടി അതിലെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ തലയിലുള്ള മുഴുവൻ പേനിനെയും ഈരിനെയും ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്ത് കളയാൻ സാധിക്കും. ഈ കെമിക്കൽ ആൻറ്റിലൈസ് ഷാമ്പു ഒക്കെ തേക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ മരുന്ന് തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും ബൈ.